കീം 2024 എക്സാം ഫോർത്ത് ഡേയിൽ എങ്ങനെയുണ്ടായിരുന്നു നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു? മാത്സ് കുറേയൊക്കെ ചെയ്യാൻ പറ്റി. ഫിസിക്സും കുറേ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഫിസിക്സും കെമിസ്ട്രിക്കും. ഓക്കെ. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു? ഓക്കെ. ഏത് സ്ട്രീമാണ് താല്പര്യം? CS ആണ്. അപ്പോൾ നല്ലൊരു കോളേജിൽ കിട്ടട്ടെ. അതുപോലെ മോക്ക് ടെസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ സിമിലർ ആയിരുന്നു? ഇപ്പോഴത്തെ കുറേയൊക്കെ സിമിലർ ആയിരുന്നു അല്ലേ? ഓക്കെ. താങ്ക് യു. എന്താ പേര്? ശ്രുതി. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഏത് സബ്ജക്റ്റാണ് കൂടുതൽ എളുപ്പമുണ്ടായിരുന്നു? മാത്സ് ആയിരുന്നു. പ്രോബ്ലംസ് ഒക്കെ ലെങ്തി ആയിരുന്നോ അതോ? ലെങ്തി അല്ലായിരുന്നു. ഫിസിക്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫിസിക്സ് എനിക്ക് ശകലം ടഫായിരുന്നു. ആണോ? മാത്സിനെ വെച്ചാൽ ഫിസിക്സ് ടഫായിരുന്നു. ഓക്കെ. ഏത് സ്ട്രീമാ ഇഷ്ടം? ഇലക്ട്രോണിക്സ് ഒക്കെ ആണല്ലേ? ഓക്കെ. അപ്പോൾ നല്ല മാർക്ക് കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. സോ എങ്ങനെയുണ്ടായിരുന്നു എക്സാം കുഴപ്പമില്ലായിരുന്നു. ഏതായിരുന്നു എളുപ്പമായിട്ട് തോന്നിയത്? എളുപ്പമായിട്ട് കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രി എളുപ്പമായിരുന്നു അല്ലേ? പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നോ അല്ലെങ്കിൽ നോർമലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ മോഡലായിരുന്നോ വന്നത്? ഒരു രണ്ടിലും ഈക്വൽ. ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയാണ്? ടൈം മാനേജ്മെന്റ് ഒക്കെ ഒരു നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഇപ്പം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയല്ലോ, നമ്മൾ എക്സാംസ് ഒക്കെ ഓൺലൈൻ മോഡ് ആക്കിയല്ലോ. അപ്പം അതിലെന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? ടൈം മാനേജ്മെന്റ് എല്ലാം സെറ്റ് ആയോ? ഇല്ല, ഞാൻ ബ്രില്യന്റിലുണ്ടായിരുന്നു. അപ്പം ബ്രില്യന്റിൽ അവിടെ ചെയ്യുന്ന പോലെ തന്നെ ആയിരുന്നു. അപ്പൊ കുറച്ചുകൂടെ ഈസി ആയി അല്ലേ? ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. പേരെന്താണ്? അലീഷ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഏതായിരുന്നു എളുപ്പമായിട്ട് തോന്നിയത് എക്സാം? മാത്സ് എളുപ്പമായിരുന്നു. ഓക്കെ. ഓൺലൈൻ മോഡല്ലേ, ഫസ്റ്റ് ടൈം അല്ലേ ഓൺലൈൻ മോഡ് എക്സാം ആയിരുന്നു? എങ്ങനെ തോന്നി? എങ്ങനെ എളുപ്പമായിരുന്നു? ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റി? ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. എന്താണ് പേര്? അമന്യ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ടൈം അല്ലേ ഓൺലൈൻ മോഡ് ചെയ്യണത്? അതെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? നേരത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലാത്ത എൻട്രൻസ് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പ്രാക്ടീസ്ഡ് ക്വസ്റ്റ്യൻസ് ആണോ വന്നത് മുന്നേ? അതെ. ചെയ്ത ക്വസ്റ്റ്യൻസ് ഏതാ എളുപ്പമായിട്ട് തോന്നിയത്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് ചോദിച്ചു നോക്കാം. എന്താ പേര്? രഘുരാമൻ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അത്യാവശ്യം എളുപ്പമായിരുന്നു. ഏത് സബ്ജക്റ്റാണ് കൂടുതൽ എളുപ്പമുണ്ടായിരുന്നത്? സബ്ജക്ട് കൂടുതൽ എളുപ്പം, എല്ലാം അത്യാവശ്യം എളുപ്പമായിരുന്നു. മാത്സ് ഒക്കെ അത്യാവശ്യം ഭയങ്കര എളുപ്പമായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ലെങ്തി ആയിരുന്നോ അതോ? അല്ല, ലെങ്തി ഒന്നും അല്ലായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് കമ്പ്യൂട്ടറൈസ് എക്സാം അല്ലേ ഇത്? ഫസ്റ്റ് അല്ലേ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്തപ്പോ? ടൈം മാനേജ്മെന്റ് എന്തെങ്കിലും പ്രശ്നം വന്നോ? ഇല്ല, അത് പ്രശ്നമൊന്നുമില്ല. അത് അവരാദ്യം ഡെമോ 15 മിനിറ്റ് ഇട്ട് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയത് ഹെൽപ്ഫുൾ ആയോ? ഹെൽപ്ഫുൾ ആയത്. അതേ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണോ വന്നത്? അതിലും എളുപ്പമാണ്. ആണല്ലേ? ഏത് സബ്ജക്ട് സ്ട്രീം എടുക്കാനാ താല്പര്യം? CS ആണല്ലേ? അപ്പൊ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. പരീക്ഷ ഓവറോൾ കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. കൂടുതൽ +2 ചോദിച്ചത്. ഇത് മാത്സ് ആണെങ്കിലും നമ്മൾ ഇത് പഠിച്ച ഭാഗത്തു നിന്ന് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ചെയ്ത് പഠിക്കും അതേ പ്രോബ്ലം നമ്മൾ പഠിച്ച സംഭവം തന്നെയാണ്. നമ്മുടെ കീമിൻ്റെ ആണെങ്കിലും ക്രാഷിനാണെങ്കിലും പഠിപ്പിക്കുന്ന സംഭവമാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ കൂടുതൽ +2 കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ. മിക്കതും ഡയറക്റ്റ് ആയിരുന്നു. ചിലത് പിന്നെ കുറച്ച് നമ്മളിങ്ങനെ കണക്ക് ചെയ്യണം. ഓവറോൾ കുഴപ്പമില്ലായിരുന്നു. ടൈം എങ്ങനെയുണ്ടായിരുന്നു? ടൈം മാനേജ് ചെയ്യാൻ മാത്സിന് കുറച്ച് സമയം എടുത്തു. കാരണം അത് ചെയ്യണം, എല്ലാ ഓപ്ഷനും ഇങ്ങനെ നോക്കി കുറച്ച് ടഫായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളായിരുന്നു സമയം അനുസരിച്ച്. നല്ലപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റട്ടെ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.